എൻ്റെ വീഡിയോസ് കാണുന്ന ചിലരൊക്കെ എൻ്റെ അടുത്ത് ചെടികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പറ്റുന്ന പോലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ് എക്സ്ചേഞ്ച് ആണ്. ശരിക്കും ഇവിടുത്തെ ഹൈ റേറ്റിൽ നമുക്ക് എപ്പോഴും ചെടികൾ മേടിക്കുന്നത് അത്ര നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ പോരാത്തതിന് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്ന് മാത്രം കൊണ്ടുവരാൻ പറ്റുന്ന ചെടികളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളതാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ ഈ വാട്ടർ ടാങ്കിൽ ഒത്തിരി ലെറ്റസ് കൂടിയ സമയത്ത് ഞാൻ 1-2 ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറാണ്. അപ്പോൾ ഒരു 3 ഗ്രൂപ്പിലായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു സംഭവം ഒത്തിരി ഉണ്ട്, ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഗ്രൂപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത മെസ്സേജ് കിട്ടിയിട്ട് 2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ദിവസം 10 മണിക്ക് മുമ്പ് കളക്ട് ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതിൽ ചിലരൊക്കെ വേറെ ചെടികൾ ചോദിച്ചതും ഒക്കെ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ചില ആൾക്കാർ വരുന്നത് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ചെടികൾ കിട്ടുന്ന ഒരു സ്ഥലം എന്ന കണക്കിലാണ്. അതിലൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചെടി എൻ്റെ അടുത്ത് ആകെ ഒരെണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആളോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മേടിക്കാമല്ലോ എന്ന്. ഇതിപ്പോൾ ഒരു 2-3 മാസം മുന്നേ നടന്ന സംഭവമാണ്. അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു വരുമാന മാർഗ്ഗമായി എന്ന് തന്നെ പറയാം. ഞാനിപ്പം എന്തെങ്കിലും ചെടികളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു 5 ദിറംസോ 10 ദിറംസോ പറഞ്ഞിട്ട് ഒന്നുകിൽ ഈ ഗ്രൂപ്പിലിടും അല്ലെങ്കിൽ ഡുബിസിലിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ചെടികൾ ആർക്കും കൊടുക്കില്ല എന്നല്ല, ഞങ്ങൾ ഇപ്പോഴും കൃത്യമായ രീതിയിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്.